തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് മറ്റൊരു സംഭവം, കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച മറ്റൊരു സംഭവ വികാസം ഉണ്ടായി. അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയായിരുന്നു. ശബരിമല അയ്യപ്പന്റെ ഭഗവാന്റെ സ്വർണം അത് അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിൽ CPM-ലെ 2 പ്രമുഖ നേതാക്കൾ അറസ്റ്റിലാവുന്നു. ഒന്ന് ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്ന A. പത്മകുമാറാണ്. അദ്ദേഹം കഴിഞ്ഞ് 32 കൊല്ലമായിട്ട് CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഇപ്പോഴവിടെ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി കരുതി വച്ചിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. മറ്റൊരാൾ N. വാസു ആയിരുന്നു. വാസു CPM-ന്റെ കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രമുഖനായ പ്രധാനപ്പെട്ട ഒരു ആളായിരുന്നു. പാർട്ടി നേതൃത്വത്തിന് വളരെ താല്പര്യമുള്ള, ഇഷ്ടമുള്ള, സ്നേഹമുള്ള ഒരാളായിരുന്നു. അങ്ങനെ 2 പേര് അറസ്റ്റിലാകുന്നു. ഇത് കേരളത്തിലെ CPM-നെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് കൊണ്ടെത്തിച്ചത്. അവർ നിൽക്കക്കള്ളിയില്ലാതെ കൈയും കാലും ഇട്ട് അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ ഉണ്ടാവാൻ കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴേക്കും സ്ഥാനാർത്ഥി നിർണയം, നാമനിർദ്ദേശ പത്രിക കൊടുക്കലൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഈ 2 പ്രമുഖരായ CPM നേതാക്കള് അറസ്റ്റിലാവുന്നത്. പമ്പയുടെ നിലയില്ലാ കയത്തിലേക്ക് ആഴ്ന്നു മുങ്ങിക്കൊണ്ടിരുന്ന CPM-ന് അപ്പൊ കിട്ടിയ ഒരു പിടിവള്ളി അല്ലെങ്കിൽ ഒരു കച്ചിത്തുരുമ്പായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു ആരോപണം, ലൈംഗികമായ ഒരു ആരോപണം.